ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ കേപ്പ് കൊലോമ വില്ലേജ് റിസോർട്ടിലാണ് ഞാനുള്ളത്. കിടിലൻ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടത്തേക്ക് വരുന്ന വഴിയാണെങ്കിലും അതുപോലെ കുറച്ച് എത്തിപ്പെടാനുള്ള കുറച്ച് ചെറിയ പ്രയാസങ്ങളുണ്ട്. ഒരു ഓഫ് റോഡ് പോലുള്ള റോഡ് കൂടിയാണ് നമ്മൾ വരുന്നത്. ഒരുപാട് ചുറ്റലും വളവൊക്കെയാണ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കിടിലൻ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഈ ഒരു റിസോർട്ടിനെ പറ്റി ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ അതും പിടിച്ച് അതിലുള്ള കോണ്ടാക്ട് നമ്പറും നോക്കി നമ്മൾ വന്നതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ഉച്ചയോടെ എത്തി. ഒരു മണിയോടെ 2 മണിയോടുകൂടെ ഞങ്ങളിവിടെ എത്തി. ലഞ്ച് കഴിച്ചു. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ ലഞ്ചും ഡിന്നറും എല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് നമ്മൾ റൂമിൽ കൊണ്ടെത്തിക്കും. കിടിലം പ്രോപ്പർട്ടിയാണ്. ഒരു 2 ഏക്കറിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇവർക്കൊരു 3-4 കാറ്റഗറീസ് ഓഫ് റൂംസ് മാത്രമേ ഉള്ളൂ. അതായത് പൂൾ വില്ല, അതുപോലെ ബാൽക്കണി വില്ല, കേവ് റൂംസ്, അങ്ങനെ പിന്നെ ഡബിൾ ബെഡ്റൂം 2 ബെഡ്റൂമുള്ള വില്ലകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ ഒരു 3-4 കാറ്റഗറീസിൽ വരുന്ന റൂംസും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും നല്ല കിടലനായിട്ട് ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. കയറി വരുമ്പോൾ തന്നെ ഇതാണ് അവരുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ദെൻ നമ്മൾ ഇതിലെങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അധികം സ്പേസ് ഒന്നുമില്ല. ഒരുപാട് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്താനൊന്നും പറ്റത്തില്ല. അതുപോലെ ഒരുപാട് റൂംസും ഇവിടെ ഇല്ലാത്ത കാരണം അത്രയും വണ്ടികൾ ഇവിടെ വരേണ്ട കാര്യവും ഇല്ല. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് നേരെ കാണുന്നത്, താഴെയായിട്ട് കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് മുകളിൽ കയറിപ്പോയി മുകളിലായിട്ട് കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. ദെൻ റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പുറത്തെ സൈഡായിട്ടാണ് വരുന്നത്. ഇവിടെ നോർമൽ റെസ്റ്റോറൻറ്റ്, അതുപോലെ റിസപ്ഷൻ, അത്ര മാത്രമേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് ഏരിയ ഞാൻ നാളെ കാണിച്ചു തരാം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന നേരം കാണിച്ചു തരാം. ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. താഴെ നമുക്ക് ക്യാരംസ് കളിക്കാം. ഏറ്റവും ടോപ്പിൽ വാട്ടർ ടാങ്ക് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വരെ നമുക്ക് കയറാനും പറ്റും കേട്ടോ. ഇത് ആക്ച്വലി അവരുടെ ഡബിൾ ബെഡ്റൂം വില്ലയാണ് കേട്ടോ. 2 ബെഡ്റൂംസ് വരുന്ന വില്ലയാണ്. ഏട്ടാസ് എന്തേ ഈ ഒരു വില്ലയും ഇപ്പുറത്തെ വില്ലയും, ഇത് രണ്ടും പൂൾ വില്ലയാണ്. പൂൾ വില്ലയുടെ താഴെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഏരിയ വേണ്ട, ഈ ബ്ലാക്കിൽ വരുന്ന ഏരിയയാണ് കേവ് റൂം. നമ്മൾ ഇവിടെ 2 നൈറ്റ് ഉണ്ട്. 2 നൈറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇന്ന് കേവ് റൂമിലും അതുപോലെ നാളെ പൂൾ വില്ലയിലുമാണ്. കുറച്ച് ലക്ഷറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പൈസ മുടക്കിയാലും നല്ല അടിപൊളി കിടിലൻ പ്രോപ്പർട്ടിയാണ്. എന്താ ചിരിക്കുന്നത്? നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം എന്താ പറയുക, സ്പേസ് ഉണ്ട്. എങ്കിലും ഇത്രയും ചെറിയ സ്പേസ് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇതല്ലേ ഏട്ടാ നമ്മുടെ റൂം? ഇതല്ലേ? ഇതാണ് നമ്മുടെ റൂം. കേവ് റൂമാണ്.
ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. റൂം ടൂർ ആസ് യൂഷ്വൽ റൂം ടൂർ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ഇതാണ് കേവ് റൂം വരുന്നത്. ഇതിൻ്റെ മുകളിൽ വരുന്നത് ബാൽക്കണി വില്ലയാണ്. ബാൽക്കണി പൂളൊന്നും ഇല്ലാത്ത ബാൽക്കണി ഏരിയ മാത്രമാണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ളത് പൂൾ ഏരിയ ആണ് കേട്ടോ. ആ ഒരു ഏരിയ തന്നെ പൂളാണ് അവിടെ. അപ്പം നാളെ പൂളിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇത് കൂടാതെ ഇവിടെ സെപ്പറേറ്റ് ഒരു പൂളും കൂടെ ഉണ്ട്. അത് കോമൺ പൂളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഊഞ്ഞാലുണ്ട്. അതുപോലെ ഈ കാണുന്ന ഇതാണ് പൂള് വരുന്നത്. ഇപ്പൊ കറന്റ് ആരുമില്ല. കുറച്ച് മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൂളിലോട്ട് ഇറങ്ങാൻ നിന്നില്ല. കുറച്ചുകൂടെ പ്രൈവസി ആയിരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പോയി. ഇപ്പം ഇവിടെ ആരുമില്ല. അപ്പോൾ പൂള് കിട്ടിയാൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ആയിട്ടൊരു ക്യാമ്പ് ഫയർ ഇവിടെ ഉണ്ട്. ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റിങ്സ് ആണ്. അതും ഇവിടെ ഉണ്ട്. നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. പൂള് നല്ല സെറ്റപ്പ് പൂളാണ്. ഭർത്താവിനെ കാണാനില്ല. ഓ മൈ ഗോഡ്, വാഷ്റൂമിലാണെന്ന് തോന്നുന്നു. ഇതാണ് പൂള്. അധികം ആഴമൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ തോന്നുന്നു, പക്ഷെ അറിയില്ല, ഇറങ്ങി നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഗായ്സ് പ്രോപ്പർട്ടി. നല്ല കിടിലൻ ആംബിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുള്ളി ഒരു പ്രൈവറ്റ് ആയിട്ട്, അതായത് പ്രൈവസിയോട് കൂടെ നമുക്ക് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അടിപൊളിയാണ്. ആരും നമ്മളെ ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടിയുടെയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. കിടിലനാണ്, കിടിലൻ ആംബിയൻസ് ആണ്. അപ്പോൾ വളാട് എന്ന് പറയുന്ന പ്ലേസിലാണ്, കൊറോമെ റോട്ടിലൂടെ വന്ന് വളാട് എന്നുള്ള സ്പേസ് ആണ്, പ്ലേസ് ആണ് ഇവിടെ ശരിക്കും പറയുന്നത്. കറക്റ്റ് എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ എത്രയുള്ള ഗായ്സ്, പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാതും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.